ഹായ് ഹലോ വെൽക്കം ടു പേപ്പർ ബോട്ട് PSC. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗദ്ദർ പാർട്ടിയാണ്. സോ ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആയിരത്തി 1913 US സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദർ പാർട്ടി ഫോം ചെയ്യുന്നത്. ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂള് അവസാനിപ്പിക്കുക, നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക, അതിന് ആംഡ് റിബല്യൺ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇപ്പം ഒരു റെവല്യൂഷണറി ഐഡിയോളജിയാണ് ഈ പാർട്ടിക്കുള്ളത്. ഇവരുടെ ഈ പ്രൊപ്പഗാൻഡ എല്ലാം ഇവരെ പ്രസിദ്ധീകരിച്ചിരുന്നത് ഗദ്ദർ എന്ന് പറയുന്ന ഒരു വീക്ക്ലി ന്യൂസ് പേപ്പറിലാണ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നും US കാനഡയിലേക്കും ഒക്കെ നല്ല ജോലി തേടിപ്പോയ എക്സോൾജിയേഴ്സും പെസൻസും ഒക്കെയാണ്. ഇവരുടെ ഈ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്കൂവറിൽ സ്ഥാപിച്ച ഒരു സെറ്റിൽമെന്റ് ആണ് സ്വദേശ് സേവക് ഹോം. അതേപോലെ തന്നെ സിയാറ്റിലും ഒരു സെറ്റിൽമെന്റ് ഉണ്ട്, അതാണ് യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ലാലാ ഹർദയാല്, സുഹൻ സിംഗ് ഭഗ്ന, രാമചന്ദ്ര, ഭഗവാൻ സിംഗ്, കർത്താർ സിംഗ് സറാബ, ബറക്കത്തുള്ള എന്നിവരാണ്. ഹിസ്റ്ററിയിൽ ഗദ്ദാർ പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് രണ്ട് ഇൻസിഡന്റ് കാരണമാണ്. ഒന്ന് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഔട്ട് ബ്രേക്ക്, രണ്ടെന്ന് പറയുന്നത് കോമതകമാരു ഇൻസിഡന്റ്. കോമതകമാരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ കോമതകമാരു എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഷിപ്പ് ഉണ്ടായിരുന്നു. അത് സിംഗപ്പൂരിൽ നിന്നും വാൻകൂവറിലേക്ക് 376 പാസഞ്ചേഴ്സുമായിട്ട് പോവുമായിരുന്നു. ഈ 376 പാസഞ്ചേഴ്സിൽ സിഖുകാരും പഞ്ചാബി മുസ്ലിംസുമാണ് ഉള്ളത്. പക്ഷെ ഈ ഒരു ടൈമിലാണ് കനേഡിയൻ ഗവൺമെന്റ് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള കുറേ റൂൾസ് പുറത്തിറക്കുന്നത്. അത്തരത്തിലൊരു റൂളാണ് കണ്ടിന്യൂസ് ജേർണി റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ സ്ഥലം, ആ സ്ഥലത്ത് നിന്നും ഡയറക്റ്റ് ആയിട്ട് കാനഡയിലേക്ക് വരുന്നവർക്ക് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് റൂട്ടുകൾ വാങ്കൂവറിലേക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് അവർ സിംഗപ്പൂരിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പോയത്. അപ്പം ഈ ഷിപ്പിലുണ്ടായിരുന്ന 24 പേരെ മാത്രമേ കാനഡയിലേക്ക് അലോ ചെയ്തിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ 2 മാസം അതേ ഷിപ്പിൽ തുടരേണ്ട അവസ്ഥ വന്നു. പിന്നീട് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ 1914 അവർ കൽക്കട്ടയിലെത്തി. പക്ഷേ കൽക്കട്ടയിലെ ബഡ്ജ് എന്ന് പറയുന്ന ഒരു ടൗണിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാർ ഈ ഷിപ്പിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർ റെവല്യൂഷണറീസ് ആണ്, ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ വരുന്നതാണ് എന്ന പേരിലാണ് ബ്രിട്ടീഷുകാർ ഈ ഷിപ്പിലുണ്ടായിരുന്നവരെ അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു അറ്റാക്കിൽ 22 പേര് മരിക്കുകയാണ്. ഈ ഇൻസിഡന്റിനെയാണ് കോമതകമാരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. കോമതകമാരു ഇൻസിഡന്റ് ഇസ് റിലേറ്റഡ് ടു ഗദ്ദാർ പാർട്ടി. കാരണം ഈ ഇൻസിഡന്റിന് പിന്നാലെ ഗദ്ദാർ പാർട്ടിയുടെ ലീഡേഴ്സ് ആയിരുന്ന കർത്താർ സിംഗ് സറാബയും രഘുബാർ പായൽ ഗുപ്തയും ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന റെവല്യൂഷണറീസ് ആയിരുന്ന റാഷ് ബിഹാരി ബോസിന്റെയും സച്ചിൻ സന്യാലിന്റെയും നേതൃത്വത്തിൽ അവർ റിവോൾട്ടിൽ പങ്കെടുക്കുകയാണ്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ ഈ ഒരു റിവോൾട്ടും ബ്രിട്ടീഷുകാർ പല ആക്ടുകൾ കൊണ്ടുവന്ന് അടിച്ചമർത്തുകയാണ്. അത്തരത്തിലൊരു ആക്ടാണ് 1915 ഇറക്കിയ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതിനുശേഷം ഗദ്ദാർ പാർട്ടിക്ക് ഹിസ്റ്ററിയിൽ വലിയ റോളൊന്നുമില്ല. ഗദ്ദാർ പാർട്ടി പിന്നീട് ഒരു ഫെയിൽ മിഷനായി പോവുകയായിരുന്നു. അപ്പം അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ടാക്ടിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു നല്ല ലീഡർഷിപ്പ് ഈ ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ അത്രയുമാണ് ഗദ്ദാർ പാർട്ടീനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഗദ്ദാർ പാർട്ടീനെ പറ്റി PSCയിൽ മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോസിനായിട്ട് ചാനൽ ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.